കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ചിട്ട് 5 ദിവസം കഴിയുന്നു. ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ മാറ്റിവെക്കാൻ ആശുപത്രി അധികൃതർ നിർബന്ധിക്കപ്പെടുന്നു എന്നാണ് അറിയുന്നത്. 75 കോടി രൂപ കുടിശ്ശിക വന്നതോടെയാണ് വിതരണക്കാർ മരുന്ന് വിതരണം നിർത്തിവെച്ചത്. അഭിജിത്ത് മുഴക്കുന്ന് ഈ വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ച് നമുക്കൊപ്പം റിപ്പോർട്ട് ചെയ്യുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. വലിയ പ്രതിസന്ധിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. കാരണം കഴിഞ്ഞ 5 ദിവസമായി ഇവിടേക്കുള്ള മരുന്ന് വിതരണം നിലച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള പ്രതിസന്ധി ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികൾ അനുഭവിക്കുന്നുമുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മാസത്തെ കുടിശ്ശികയായ 75 കോടി രൂപയാണ് ഈ വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. അതിനാൽ തന്നെ തൽക്കാലം മെഡിക്കൽ കോളേജിലേക്ക് മരുന്നുകൾ വിതരണം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത് രോഗികളാണ്. പല പദ്ധതികളിൽ ഉൾപ്പെട്ട രോഗികളുണ്ട്. പലപ്പോഴും ഈ കുറിപ്പടികളിലുള്ള മരുന്നുകൾ ലഭിക്കാത്തൊരു സാഹചര്യം ഇവർക്കുണ്ട്. അതിനാൽ തന്നെ പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങേണ്ട സാഹചര്യവും നിലനിൽക്കുന്നു. ഇത് ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. വലിയ ഭീമമായ തുക പുറത്ത് മെഡിക്കൽ ഷോപ്പുകളിൽ കൊടുത്ത് മരുന്നുകൾ വാങ്ങേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടും ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നു. നമ്മൾ അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ശസ്ത്രക്രിയകളും, അത്യാവശ്യമല്ലാത്ത ഓർത്തോ വിഭാഗത്തിൽപ്പെടുന്ന പല ശസ്ത്രക്രിയകളും കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് നിലവിൽ നടക്കുന്നത്. പക്ഷേ അപ്പോഴും അവിടെയും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ന് ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ സ്റ്റോക്ക് ഇന്ന് തീരുമെന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അറിയാനായി കഴിയുന്നത്. അതായത് വലിയൊരു പ്രതിസന്ധിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ളത്. ഈ ജീവൻ രക്ഷാ മരുന്നുകൾ കൂടാതെ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, മറ്റു ഫ്ലൂയിഡുകൾ തുടങ്ങിയവയുടെ വിതരണങ്ങളൊക്കെ തന്നെ നിലവിൽ നിലച്ച സ്ഥിതിയാണ്. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് വിതരണക്കാർ ഈ ഒരു മരുന്ന് വിതരണം അവസാനിപ്പിച്ചത്. ഈ മാർച്ച് 31-നകം ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ, അതായത് അവർ ആവശ്യപ്പെടുന്നത് 2 മാസത്തെ കുടിശ്ശികയെങ്കിലും തങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഈ മാർച്ച് 31-നകം ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ഒരു കർക്കശമായ നിലപാട്. ഇന്ന് ജില്ലാ കളക്ടറുമായി ഒരു കൂടിക്കാഴ്ച ഈ മരുന്ന് വിതരണത്തിന്റെ അസോസിയേഷൻ, അവരുടെ ഭാരവാഹികൾ നടത്തുന്നുണ്ട്. ഇതിലൊരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ഏതായാലും വലിയൊരു ആശങ്ക ഈ രോഗികളെ സംബന്ധിച്ചുണ്ട്. മരുന്ന് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ ശസ്ത്രക്രിയകൾ അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അഭിജിത്ത്.